ഇന്ന് നമ്മൾ കാഡറ്റ് കാറ്റഗറി 3 എക്സാമിനേഷന് പോവാണ്. 10 മണിക്കാണ് എക്സാമിനേഷൻ. 6:30 ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് 7 മണിക്ക് ഇറങ്ങിയപ്പോൾ ആലപ്പിയാണ് കിട്ടിയത്. നൈതി അപ്പോഴേക്കും ഉറങ്ങി എഴുന്നേറ്റു കേട്ടോ. പിന്നെ ഒരു വടയും ചായയല്ല കാപ്പി ഒക്കെ കുടിച്ച് ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഓട്ടോയിൽ സെൻറ്റ് ആൽബർട്ട്സിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയാണ് എക്സാം. ഞാൻ എക്സാമിന് പോണ തക്കം നോക്കി ചെക്കൻ അവിടെയൊക്കെ മണ്ണിൽ കളിച്ച് ആകെ വിയർത്ത് കുളിച്ച് ചേട്ടൻ കായും കാലും ഒക്കെ കഴുകിപ്പിച്ചപ്പോഴേക്കും ചെക്കൻ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. നൈതികൂട്ടനെ കൊണ്ട് ചേട്ടൻ നന്നായിട്ട് വളഞ്ഞു എന്ന് വേണം പറയാൻ. ആശ്വാസമായിട്ടല്ല ഞാൻ വന്നത്, കിളി പറയ പോലെയാണ് ഞാൻ വന്നത്. കാരണം സൈക്കോളജി പേപ്പർ എനിക്ക് നല്ല ഹാർഡായിട്ടാണ് തോന്നിയത്. സാധാരണ പാസ്സാവാൻ വേണ്ടിയിട്ട് ഇടാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തോന്നി. 21 ഞാൻ പാസ് ഔട്ട് ആയതാണ് BEd. അന്നോട്ട് കേട്ടിട്ട് എഴുതും, ചിലത് സ്കിപ്പ് അടിക്കും. പക്ഷേ പഠിച്ചെഴുതുന്നത് ഇപ്പോഴാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വെറുതെ പോയി എഴുതാണ് സാധാരണ ചെയ്യാറ്. അങ്ങനെ എഴുതിയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു എന്നുള്ളത്. സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആൻസർ കീ വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചേട്ടൻ പറയായിരുന്നു സിനിമകളിലൊക്കെ കോടതിയാക്കുന്നത് സെൻറ്റ് ആൽബർട്ട്സിലെ ഈ ഒരു സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. അവിടെ നിന്ന് നടക്കാനുള്ളൊരു ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നടന്ന് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് മുൻപ് ഞാൻ 8-9 മാസം എറണാകുളത്താണ് വർക്ക് ചെയ്തത്. ഒരു എജുപോർട്ട് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വർക്ക് ചെയ്തത്. എവിടെയാണെന്നുള്ളത് പറയുന്നില്ല, കാരണം എനിക്ക് പറയാനോ ഓർക്കാനോ താല്പര്യമില്ലാത്ത ഒരു സ്ഥാപനമാണത്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഞാനിവിടെ അത് പറയാൻ കാരണം അന്ന് തൊട്ട് മെട്രോയിൽ സ്ഥിരം യാത്രയാണ്. അതായത് നോർത്തിൽ വന്ന് ഇറങ്ങും, അവിടുന്ന് മെട്രോയ്ക്കാണ് സ്റ്റേഡിയത്തിൻ്റെ അവിടേക്ക് പോവുക. അവിടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഈ ഒരു ചൂട് സമയത്ത് മെട്രോയിലെ യാത്ര ഒരു ആശ്വാസം തന്നെയാണ്. കാരണം നമുക്ക് ഈ ഓട്ടോയിലായാലും ബസ്സിലായാലും ഭയങ്കര പാടാണ് കുട്ടികളെ വെച്ചൊക്കെ യാത്ര ചെയ്യാൻ. ഈസിയായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ടാവാം, നമുക്ക് ഇച്ചിരി പാടാണെന്ന് മാത്രം കേട്ടോ. കാരണം നല്ല ചൂടല്ലേ. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നും കഴിക്കാൻ നിന്നില്ല. ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ഷേക്കും ഒരു പപ്സും ചേട്ടൻ ഒരു ചായയും പപ്സും കഴിച്ചു കേട്ടോ. കാരണം 2:45 ട്രെയിൻ, 3:45 ആകുമ്പോഴേക്കും നമ്മൾ ചാലക്കുടി എത്തില്ലേ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ എക്സ്കുലേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ലുലുവിലേക്ക് പോയതാണ് ഞാൻ ഓർക്കണേ. എനിക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ അതൊരു എക്സ്പീരിയൻസ് കിട്ടി കേട്ടോ. എന്തായാലും ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാനേ പറ്റില്ല, ചുട്ടട്ടെ അങ്ങോട്ട് ഒഴുകാണ്. ഞാൻ അവനെ എടുത്ത് കുറച്ച് നേരം പുറത്ത് നിന്നു. ബിസ്ക്കറ്റ് നൈതികുട്ടൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ കഴിക്കുന്നത്. അവനിപ്പോൾ 1.5 വയസ്സാവാൻ പോവാണ്. റസ്ക്, ബിസ്ക്കറ്റ്, ബ്രെഡ്, ഈ സാധനങ്ങളൊന്നും കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ ആ ഒരു വിശപ്പിൻ്റെ അത് മാറട്ടെ എന്ന് വിചാരിച്ചു. പഴം ഉണ്ടായിരുന്നു, കുറച്ച് കഴിച്ചു അവൻ. പിന്നീട് എന്തെങ്കിലും വിശപ്പുണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് വിചാരിച്ചു മാത്രം ഞാൻ കൊടുത്തതാണ് കേട്ടോ. ഇതാരെയും പ്രോത്സാഹിപ്പിക്കണില്ല. എൻ്റെ കുട്ടിക്കും കൊടുക്കാൻ എനിക്കിഷ്ടമില്ല. റസ്ക് ആയാലും അതെ, ബ്രെഡ് ആയാലും അതെ, ബിസ്ക്കറ്റ് ആയാലും അതെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി.